അപ്പോൾ എന്താണ് കേരളത്തിലെ അവസ്ഥ? കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഗതികെട്ട ഒരു ഗവൺമെന്റ് വന്നിട്ടും ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒന്നും മുരടക്കണക്കാൻ ഈ സംസ്ഥാന പ്രസിഡന്റും കഴിയുന്നില്ല, ഈ പ്രതിപക്ഷ നേതാവിനും കഴിയില്ല. അവർക്കൊരു നിവൃത്തിയില്ലാതിരിക്കുകയാണ്. പുനഃസംഘടനയില്ല, ഒരു പ്രവർത്തനമില്ല, ഒന്നുമില്ല. ഇപ്പം ഇന്നലെ തന്നെ നല്ലൊരു നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളാൽ വിജൃംഭിതമാകുമായിരുന്നു കേരള സമൂഹം മുഴുവൻ. അനക്കയില്ല. എക്സാലോജിക്ക് വിഷയം വന്നു, അതിലില്ല. ആശാവർക്കർ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിച്ചത് പിണറായി വിജയനാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ പേര് പറയാതെ. വിഴിഞ്ഞം പിണറായി വിജയനോടാണ് യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയുന്നത്. ഇവിടെ ആശാ വർക്കർമാർ 75 ദിവസമായിട്ട് 80 ദിവസമായിട്ട് ഇവിടെ കിടന്ന് സമരം ചെയ്ത് കിടന്ന് ദുരിതക്കയത്തിൽ കിടന്ന് അലയുകയാണ്. പക്ഷേ വേറൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇവർ ഈ കുറേ സമരത്തിനൊക്കെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ആ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനം കൂടി ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ലിയോ, ഞാൻ ചോദിക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ സമരം തന്നെ, ആശാ വർക്കർമാരുടെ സമരം ഏറ്റെടുക്കുന്നുള്ള പ്രസ്ഥാനം നടത്തണ്ട. കോൺഗ്രസിൻ്റെ 5000 പേരെ സെക്രട്ടറിയേറ്റ് മുന്നിൽ കൊണ്ടുവന്നൂടെ? ഓക്കെ, ഞാൻ ചെയ്ത് കോൺഗ്രസ് അതിൽ 1000 പേരെ കൊണ്ടുവന്നാൽ 4000 പേരെ മുസ്ലിം ലീഗ് കൊണ്ടുവരും. 5000 പേര് സെക്രട്ടറിയേറ്റ് മുമ്പിൽ ഒന്നും സമരം ചെയ്തിരുന്നെങ്കിൽ എന്ത് സമ്മർദ്ദം ഉണ്ടാവുമായിരുന്നു? അതിന് പോലും കഴിയാത്ത കോൺഗ്രസ്സായി ഇത് മാറി. ഇത് കേരളത്തിലെ ബൂത്തിലും കോൺഗ്രസ് ഇല്ല, ഒരിടത്തും കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിനെ തപ്പിയെടുക്കാൻ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു.